ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായ ദേശീയ ചിഹ്നങ്ങൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി സിലബസിൽ മെൻഷൻ ചെയ്യുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ അഥവാ നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ. സിലബസിൽ വളരെ കൃത്യമായി ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം തുടങ്ങിയവ പരാമർശിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നേരെ പോവുകയാണ്. ദേശീയ ചിഹ്നങ്ങൾ, നാഷണൽ സിംബൽസ്, സിംബൽസ് ഓഫ് ഇന്ത്യ. ഞാനും നിങ്ങളും ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന, ലോകത്തെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ജനസംഖ്യയിലുള്ള രാജ്യമാണിത്. നമുക്കറിയാം, 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഈ രാജ്യത്തുണ്ട്. മാത്രമല്ല 22 ഔദ്യോഗിക ഭാഷകളുള്ള ഈ രാജ്യത്ത് വലിപ്പത്തിൽ 7ാം സ്ഥാനമാണുള്ളത്. ഈ രാജ്യം മുഴുവൻ ഇത്രയും വലിപ്പമുള്ള, ഇത്രയും മനുഷ്യന്മാരുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഒരേപോലെ ഇന്ത്യ എന്ന ഒരു ഫീലിംഗ്, ഞാനും നിങ്ങളും എല്ലാം ഇന്ത്യക്കാരാണ്, എന്റെയും നിങ്ങളുടെയും രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരത്തെയും ഇന്ത്യ എന്ന രാജ്യം എന്ന അഭിമാന ബോധവും ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന, നമ്മളെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മളെ എല്ലാവരെയും ഒരൊറ്റ ചിന്തയിലേക്ക്, ഇന്ത്യ എന്ന വികാരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങളെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ സ്വത്വം, രാജ്യത്തിന്റെ ഐഡന്റിറ്റി, രാജ്യത്തിന്റെ ചരിത്രം, രാജ്യത്തിന്റെ ഹിസ്റ്ററി, അടിസ്ഥാന മൂല്യങ്ങൾ. അപ്പോ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ഓരോ ചിഹ്നങ്ങളെയും, ദേശീയ പതാക, ലോകം മുഴുവൻ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഐഡന്റിറ്റിയാണ്. ഈ രാജ്യത്തിന്റെ ഐഡന്റിറ്റിയാണ്, സത്വമാണ് നമ്മുടെ പതാക, ദേശീയ ഗാനം തുടങ്ങിയ ചിഹ്നങ്ങൾ. ഓരോന്നായിട്ട് വരുമ്പോൾ അതിൽ ഇന്ത്യയുടെ ചരിത്രത്തിന് റോളുണ്ട്, ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നിവയെ പ്രതിനിധീകരിക്കുന്ന, ചിലപ്പോൾ ദൃശ്യപരമാവാം. ദേശീയ പതാകയും ദേശീയ മുദ്രയുമൊക്കെ ദൃശ്യപരമാണ്. ഇനി ദേശീയ ഗാനമാവട്ടെ, അത് ശ്രവ്യമാണ്. സോ ദൃശ്യപരവും ശ്രവ്യപരവും സാംസ്കാരികവുമായ അടയാളങ്ങളാണ് ദേശീയ ചിഹ്നങ്ങൾ. പൗരന്മാരിൽ അഭിമാന ബോധവും ദേശസ്നേഹവും ഉണർത്തുന്ന ഒരു ഏകീകരണ ശക്തിയായി ഇവ പ്രവർത്തിക്കുന്നു. ശരിയല്ലേ? ഞാനും നിങ്ങളും ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ ഏത് കോണിലുമുള്ള, ഈ രാജ്യത്തിന് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുൾപ്പെടെ ഇന്ത്യയുടെ പതാക കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകമായൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്, ഒരു രോമാഞ്ചം ഫീലിംഗ് ഉണ്ട്. ദേശീയ ഗാനം കേൾക്കുമ്പോഴുണ്ട്. ഇന്ത്യയെ സംബന്ധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിന്റെ ഒരു ചിഹ്നങ്ങളാണ്. സോ രാജ്യത്തിന്റെ സ്വത്വം, ചരിത്രം, അടിസ്ഥാന മൂല്യങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ദൃശ്യപരവും ശ്രവ്യപരവും സാംസ്കാരികവുമായ അടയാളങ്ങളാണ് ദേശീയ ചിഹ്നങ്ങൾ. പൗരന്മാരിൽ അഭിമാന ബോധവും ദേശസ്നേഹവും ഉണർത്തുന്ന ഒരു ഏകീകരണ ശക്തിയായി ഇവ പ്രവർത്തിക്കുന്നു. നോക്കാം നമുക്ക്. ആദ്യം തന്നെ സിലബസിൽ പറയുന്ന ഓർഡർ പോലെ തന്നെ ആദ്യം നമ്മൾ പഠിക്കുന്ന ദേശീയ ചിഹ്നം, ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ്, ഇന്ത്യയുടെ കൊടി, ഇന്ത്യയുടെ ദേശീയ പതാകയെ സംബന്ധിച്ചാണ്. ഏതൊരു ഇന്ത്യക്കാരനും വളരെ കൃത്യമായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഇന്ത്യയുടെ പതാക നമുക്കെല്ലാവർക്കും അറിയാം, അത് ത്രിവർണ പതാകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ വ്യക്തമായി നാം ഓരോ ഇന്ത്യക്കാരുടെ മനസ്സിലും നമ്മുടെ ദേശീയ പതാക ഉണ്ടാവും. സോ ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ്. ത്രിവർണ പതാകയാണല്ലേ. ഇനി ദേശീയ പതാകയുടെ ആകൃതി എന്താ? ദീർഘചതുരാകൃതിയാണല്ലേ. ഇന്ത്യയുടെ പതാക ത്രിവർണ പതാക, ആകൃതി ദീർഘചതുര ആകൃതിയിലാണ്. നോക്കാം നമുക്ക്. പ്രധാനമായും ത്രിവർണങ്ങൾ 3 കളേഴ്സ് ആണുള്ളത്. മുകളിൽ കുങ്കുമ നിറം, നടുക്കു വെള്ള, താഴെ പച്ച. ഇതെല്ലാവർക്കും അറിയാവുന്ന വളരെ ബേസിക് ഫാക്റ്റുകളാണ്. വളരെ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ത്യയുടെ ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ് ട്രൈ കളറാണ്, ത്രിവർണ പതാകയാണ്. ത്രിവർണ പതാകയുടെ ആകൃതി ദീർഘ
ചതുര ആകൃതിയാണ്. മുകളിൽ കുങ്കുമ നിറം, നടുക്കു വെള്ള, താഴെ പച്ച. ഇനി എല്ലാവർക്കും അറിയാമെങ്കിലും ആ ഓർഡർ ഓർമ്മ വേണം. മുകളിലാണ് കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച എന്ന നിലയിലാണ്. ഇനി നടുവിലായി മധ്യഭാഗത്ത് നാവിക നീല നിറത്തിൽ, നേവി ബ്ലൂ നിറത്തിൽ അശോക ചക്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണല്ലേ. ത്രിവർണ പതാക ദീർഘ ചതുര ആകൃതിയിലാണുള്ളത്. ആൻഡ് കുങ്കുമം, വെള്ള, പച്ച എന്ന ഓർഡറിൽ നടുവിലായി നേവി നാവിക നീല നിറത്തിൽ അശോക ചക്രവും കാണാം. ഇനി ദേശീയ പതാകയിലെ കുങ്കുമ നിറം, അപ്പോ ഓരോ കളേഴ്സിനെ നമ്മൾ പൊതുവെ ഓരോ ഡെഫിനിഷൻസ് നൽകിയിട്ടുണ്ട്. ദേശീയ പതാകയിലെ കുങ്കുമ നിറം കേസരി സൂചിപ്പിക്കുന്നത് ത്യാഗം, ധീരത എന്നിവയാണ്. അപ്പോൾ ഓരോ നിറങ്ങളെയായി എടുത്താൽ ത്രിവർണ പതാകയിൽ മുകളിലുള്ള കുങ്കുമ നിറം എന്ന് പറയുന്നത് ത്യാഗത്തെയും ധീരതയെയുമാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ത്യാഗം, ധീരത, കുങ്കുമ നിറമാണ്. ഇനി നടുവിലായുള്ള വെള്ള നിറം സൂചിപ്പിക്കുന്നത്, പൊതുവെ നമ്മൾ വൈറ്റ് കളറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത് സത്യം, സമാധാനമാണ് ആദ്യം മനസ്സിൽ വരിക. അപ്പൊ സത്യം, സമാധാനം എന്നിവയെ സൂചിപ്പിക്കാൻ നടുവിലായി വെള്ള നിറം നമുക്ക് കാണാം. സോ ശ്രദ്ധിച്ചേ, മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച, നടുവിലായി നാവിക നീല നിറത്തിലുള്ള അശോക ചക്രം. കുങ്കുമ നിറം ഡെപിക്റ്റ് ചെയ്യുന്നത് ത്യാഗം, ധീരത എന്നിവയാണെങ്കിൽ വെള്ള നിറം വൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സത്യം, സമാധാനം എന്നിവയാണ്. ഇനി ദേശീയ പതാകയിലെ പച്ച നിറത്തിലേക്ക് വന്നാൽ, പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി, സംസ്കാരം, പ്രത്യേകിച്ച് കൃഷി അല്ലെങ്കിൽ ഒരു സമ്പന്നത, സമൃദ്ധി, സംസ്കാരം എന്നിവയാണ് പച്ച നിറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ത്രിവർണ പതാകയിലെ കുങ്കുമ, വെള്ള, പച്ച നിറങ്ങളെ പറ്റി പറഞ്ഞു. ധീരത, ത്യാഗം, സത്യം, സമാധാനം, സമൃദ്ധി ആൻഡ് സംസ്കാരം എന്നിവയാണ് ആ നിറങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. ഇനി ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായി മാറിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അഥവാ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 അദ്ദേഹത്തിന്റെ ആദരവിൽ വരുന്ന ദിവസം കൂടിയാണ്. സോ ത്രിവർണ പതാക ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വിവരണം അനുസരിച്ചാണ് നമ്മൾ ഈ കളർ അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിച്ചത്. ഇനി 1931 മുതൽ ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാക അംഗീകരിക്കുന്നത് വരെ ആലോചിച്ച് നോക്കുക. 31 എന്ന വർഷം മുതൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത് വരെ, കൃത്യമായി പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് 47 ജൂലൈ 22 സ്ഥിരമായി ചോദിക്കുന്ന ദേശീയ പതാകയെ സംബന്ധിച്ചുള്ള ഒരു ഷുവർ ഷോട്ട് ചോദ്യം പിടിച്ചുകൊള്ളുക. ദേശീയ പതാകയായി ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 47 ജൂലൈ 22. 47 ജൂലൈ 22. കാണാതൊന്നും പഠിക്കേണ്ട, സ്വാതന്ത്ര്യ ദിനമാണല്ലോ. 47 ഓഗസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പതാക വേണം. 47 ജൂലൈ 22 എന്നോർക്കുക, മുന്നോട്ട് പോവുകയാണ്. ഇനി 31 മുതൽ ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാക അംഗീകരിക്കുന്നത് വരെ പതാകയുടെ മധ്യഭാഗത്ത് അശോക ചക്രത്തിനു പകരം ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മനസ്സിലാക്കുക, 1931 മുതൽ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത് വരെ ഈ ത്രിവർണ പതാകയിൽ കുങ്കുമം, വെള്ള, പച്ച എന്ന നിറത്തോടൊപ്പം നടുവിൽ ഉണ്ടായിരുന്നത് അശോക ചക്രമായിരുന്നില്ല, മറിച്ച് ചർക്കയായിരുന്നു. നൂല് നെയ്യുന്ന, ഖാദി നെയ്തെടുക്കുന്ന ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഓർമ്മയിൽ വേണം. ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയ വ്യക്തി പിംഗലി വെങ്കയ്യയാണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയത് ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ എക്സാമിന്
ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദേശീയ പതാകയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാക അംഗീകരിച്ചത് 47 ജൂലൈ 22 എങ്കിൽ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ എവിടുത്തുകാരനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയ വ്യക്തിയാണ്. എന്നാൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി തന്നാൽ, ദേശീയ പതാക ഇന്നു കാണുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തത് സുരയ്യ തിയാബ്ജി ആണ്. അപ്പൊ മനസ്സിലാക്കുക, ദേശീയ പതാകയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത് അത് സുരയ്യ തിയാബ്ജി ആണ്. രണ്ട് ചോദ്യങ്ങളും പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശ്. ഇന്ന് കാണുന്ന രീതിയിലേക്കാക്കിയെടുത്തത് സുരയ്യ തിയാബ്ജി എന്ന് പഠിക്കാം. ഇനി ശ്രദ്ധിച്ചേ, 1931 ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാക അംഗീകരിക്കുന്നത് വരെ, അതായത് 31 മുതൽ 47 ജൂലൈ 22 വരെ പതാകയുടെ മധ്യഭാഗത്ത് അശോക ചക്രത്തിന് പകരം ചർക്കയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന ദേശീയ പതാകയുടെ ഒരു മാതൃക. ഓക്കെ, ശ്രദ്ധിച്ചോളുക. ത്രിവർണ പതാക, ദീർഘ ചതുര ആകൃതി, കുങ്കുമം, വെള്ള, പച്ച, ത്യാഗം, ധീരത, സമാധാനം, സത്യം, സമൃദ്ധി, സമ്പന്നത എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യയെ ചിത്രത്തിൽ കാണാം. ഇന്ന് കാണുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തത് സുരയ്യ തിയാബ്ജി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണിത്. ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ശ്രദ്ധിച്ചേ. ഇന്ത്യയിലെ ദേശീയ പതാകയുടെ, ത്രിവർണ പതാകയുടെ നടുവിലുള്ള അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ അശോക ചക്രം എന്നതിനെ സൂചിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഈ അശോക ചക്രം എടുത്തിട്ടുള്ളത്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എക്സാമിന് ചോദിക്കുന്നതാണ്. 24. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയുടെ നടുവിലുള്ള നാവിക നീല നിറത്തിൽ കാണുന്ന അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24 ആണ്. 24 ആരക്കാലുകളാണ് ഇതിലുള്ളത്. തെറ്റിക്കുകയേ ചെയ്യരുത്. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളാം. ഇനി ബുദ്ധമതം അനുശാസിക്കുന്ന 12 ധർമ്മങ്ങളുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള പ്രയാണങ്ങളെയാണ് 24 ആരക്കാലുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം നമുക്കറിയാം, അശോക ചക്രവർത്തി ഇന്ത്യയിൽ ബുദ്ധിസത്തെ പ്രൊമോട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട്, ബുദ്ധ മതവുമായി ബന്ധപ്പെട്ട് ധർമ്മം, 12 ധർമ്മങ്ങളുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള പ്രയാണങ്ങളെയാണ് 24 ആരക്കാലുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാകയിലുള്ള ത്രിവർണ പതാകയിലെ അശോക ചക്രം ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണെന്ന് നമ്മൾ പഠിച്ചു. മാത്രമല്ല, ഈ അശോക ചക്രത്തിൽ 24 ആരക്കാലുകൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് 12 ധർമ്മങ്ങളുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള അതിന്റെ പ്രയാണത്തെ സൂചിപ്പിക്കുന്നു. ഇനി അശോക ചക്രത്തെ അതുകൊണ്ട് തന്നെ മറ്റൊരു പേരിൽ വിളിച്ചാൽ ധർമ്മചക്രം എന്നും വിളിക്കുന്നു. അശോക ചക്രത്തിന്റെ മറ്റൊരു പേര് ധർമ്മചക്രമാണ്. അശോക ചക്രം അല്ലെങ്കിൽ ധർമ്മചക്രം എന്നും അറിയപ്പെടുന്നു. നോക്കിക്കേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് JB കൃപലാനി എന്ന് പഠിക്കുക. ശ്രദ്ധിച്ചോണേ, തെറ്റിക്കുകയെ ചെയ്യരുത്. ഇന്ത്യയിലെ ഭരണഘടന തയ്യാറാക്കിയ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക കമ്മിറ്റിയുടെ, ഫ്ലാഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് JB കൃപലാനി ഉണ്ടായിരുന്നു. JB കൃപലാനി ഇന്ത്യയിലെ ദേശീയ പതാകയുടെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. ഇനി എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു സ്ഥിരം ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് തമ്മിലുള്ള റേഷ്യോ 3:2. ഈ ഒരു അനുപാതമാണ് ഏത് വലിയ അളവാണെങ്കിലും അതിൽ യൂസ് ചെയ്യുന്ന, ഫോളോ ചെയ്യേണ്ട റേഷ്യോ 3:2 ആണ്.
3:2 നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ഇനി മറിച്ച് ചോദിച്ചാൽ കൃത്യമായി വായിച്ച് ആൻസർ ചെയ്യുക. നീളവും വീതിയും, നീളമാണ് എപ്പോഴും കൂടുതൽ. സോ നീളവും വീതിയും ചോദിച്ചാൽ 3:2, വീതിയും നീളവും ചോദിച്ചാൽ 2:3. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച് കൃത്യമായി ബോധ്യപ്പെട്ട് ആൻസർ ചെയ്യുക. സോ ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയുടെ റേഷ്യോ 3:2 എന്ന നീളവും വീതിയിലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പതാക തെരഞ്ഞെടുക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ 47 ജൂൺ 23 നിയോഗിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തലവൻ. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് JB കൃപലാനി എന്ന് പറഞ്ഞു. എന്നാൽ അതേസമയം 47 ജൂൺ 23 സമയത്ത് അത്യാവശ്യം അല്ലെങ്കിൽ അഡ്ഹോക്ക് കമ്മിറ്റി പ്രത്യേക പർപ്പസിനായിട്ട് പതാകയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റി വന്നപ്പോൾ അതിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് കൃത്യമായിട്ട് പഠിച്ചോളാം. രണ്ടും രണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനി. ഇനി അഡ്ഹോക്ക് കമ്മിറ്റി ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നും അറിയണം. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ വനിതകളുടെ ഉപഹാരമായി ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സമർപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 17 വനിതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 15 വനിതകളാണ് ഉള്ളത്. സോ ശ്രദ്ധിച്ചോളുക. ആ 15 വനിതകളിൽ നമ്മൾ പറയാറുണ്ട് അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായിണി വേലായുധൻ, ബീഗം ഐസ്വാസ് റസൂല്, ഹൻസ മേത്ത, മാല ചൗധരി, കമലാ ചൗധരി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റോയി, ലീല റോയി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി, സുരോജിനി നായിഡു, സുജേത കൃപലാനി, ദുർഗാബായി ദേശ്മുഖ്, ഇങ്ങനെ 15 വനിതകൾ. അതിൽ പ്രധാനപ്പെട്ട ഈ വനിതകളുടെ ഒരു ഉപഹാരമായി ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ദേശീയ പതാക സമർപ്പിച്ചത് ഹൻസ മേത്തയാണ്. അപ്പൊ എക്സാമിന് ഹൻസ മേത്ത മാത്രം 1 വേർഡിന് ചോദിച്ചിട്ടുണ്ടല്ലേ. കാരണം ഒരേ സമയം ഭരണഘടനാ നിർമ്മാണ സഭയിലും അംഗമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ നിർമ്മാണത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരി. അപ്പൊ ഇങ്ങനെയാണ് എക്സാമിന് ചോദിച്ചത്. ഒരേ സമയം ഭരണഘടനാ നിർമ്മാണ സഭയിലും സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും പങ്കെടുത്ത വനിത ഹൻസ മെഹ്തയാണ്. സോ ചോദ്യം ഇതാണ്, ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ ഉപഹാരമായി ദേശീയ പതാക സമർപ്പിച്ചത് ഹൻസ മെഹ്തയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച ഡേറ്റ്, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ആൻഡ് റിലവന്റ് ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചത് നിങ്ങൾ പഠിച്ചു 47 ജൂലൈ 22. 47 ജൂലൈ 22 തീയതിയാണ്. ഇനി ത്രിവർണ പതാക രാജ്യത്തിന്റെ പതാകയായി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ 31 കറാച്ചി സമ്മേളനമാണ്. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. ശ്രദ്ധിച്ചേ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക, ആ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 47 ജൂലൈ 22 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1931 കറാച്ചി സമ്മേളനത്തിൽ 1931 കറാച്ചി സമ്മേളനത്തിൽ ത്രിവർണ പതാക രാജ്യത്തിന്റെ പതാകയായി അംഗീകരിച്ചു. 31 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായ മീറ്റിംഗ് ആണ്. ഇതേ 31 കറാച്ചിയിലാണ് മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പിയായി സർദാർ വല്ലഭായ് പട്ടേലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇനി ദേശീയ പ്രസ്ഥാനത്തിന് പൊതുവായി ഒരു പതാക വേണമെന്നും സ്വയം പര്യാപ്തതയുടെ പ്രതീകമായി ചർക്ക അതിൽ വേണമെന്നും ഗാന്ധിജിയോട് നിർദ്ദേശിച്ച വ്യക്തി ലാല ഹൻസ് രാജാണ്. ആ പേര് ശ്രദ്ധിച്ചേ. എന്താണ് അദ്ദേഹം പറയുന്നത്? ദേശീയ പ്രസ്ഥാനത്തിന് പൊതുവായി ഒരു പതാക വേണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ പ്രസ്ഥാനത്തിന്, നാഷണൽ മൂവ്മെന്റിന് പൊതുവായിട്ടൊരു പതാക വേണം എന്നാവശ്യപ്പെടുകയും സ്വയം പര്യാപ്തതയുടെ പ്രതീകമായ, നമുക്കറിയാം
സെൽഫ് സഫിഷ്യൻസിയാണ് ചർക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായി നൂല് നൂറ്റ് വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു, നൂല് നെയ്ത് വസ്ത്രങ്ങൾ, അവനവന്റെ വസ്ത്രം അവനവൻ തന്നെ നെയ്തെടുത്ത് ഉപയോഗിക്കുന്ന ഒരു സെൽഫ് സഫിഷ്യൻസി, സെൽഫ് ഇൻഡിപെൻഡൻസിനെ കാണിക്കുന്ന, സ്വയം പര്യാപ്തതയെ കാണിക്കുന്നതിന്റെ ചിഹ്നമാണ്. തീർച്ചയായും അടിമകളാക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമാവാൻ, സ്വന്തമായി ഉറച്ചു നിൽക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കാവുന്ന ഒരു ചിഹ്നമായിട്ട് പറയുകയാണ് ചർക്ക. സോ ഇന്ത്യക്ക് ഒരു ദേശീയ പതാക വേണമെന്നും സ്വയം പര്യാപ്തതയുടെ പ്രതീകമായി ചർക്ക അതിൽ വേണമെന്നും ഗാന്ധിജിയോട് നിർദ്ദേശിച്ച വ്യക്തി ലാലാ ഹൻസ് രാജ് ആണ്. ലാലാ ഹൻസ് രാജ്, ലാലാ ഹൻസ് രാജ്. ഇനി ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊതുവായ ഒരു പതാക വേണമെന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗിരീഷ് ചന്ദ്ര ബോസ് 883 ലാഹോറിലാണ്. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു പതാക വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഗിരീഷ് ചന്ദ്ര ബോസ്. ഗിരീഷ് ചന്ദ്ര ബോസ്. എന്നാൽ ചർക്ക ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വയം പര്യാപ്തത പ്രതീകമാക്കിക്കൊണ്ട് വേണമെന്ന് പറഞ്ഞത് ലാലാ ഹൻസ് രാജ്. ഇന്ത്യക്ക് ഒരു ദേശീയ പതാക വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ഗിരീഷ് ചന്ദ്ര ബോസ് എന്നതുകൂടി ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദേശീയ പതാകയെ സംബന്ധിച്ചാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക, ദീർഘ ചതുര ആകൃതിയിലാണുള്ളത്. പ്രധാനമായും കുങ്കുമ നിറം മുകളിൽ, നടുവിൽ വെള്ള, താഴെ പച്ച. കുങ്കുമം ധീരത, ത്യാഗം, വെള്ള സമാധാനം, സത്യമാണ്. പച്ച സമൃദ്ധി, സംസ്കാരം എന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായും ഇത്തരത്തിൽ നിറങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമായിരുന്ന വ്യക്തി. ഇനി നമ്മൾ പറഞ്ഞു നടുവിലായിട്ട് നാവിക നീല നിറത്തിൽ അശോക ചക്രമുണ്ട്. ഉത്തർപ്രദേശിലെ സാരാനാഥിൽ നിന്നുമാണ്, അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഈ അശോക ചക്രം എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ അശോക ചക്രത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞു 24 ആരക്കാലുകളാണ് ഇതിലുള്ളത്. ധർമ്മ ബുദ്ധിസത്തിന്റെ ഭാഗമായി 12 ധർമ്മങ്ങളുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള പ്രയാണത്തെ ഈ ആരക്കാലുകൾ സൂചിപ്പിക്കുന്നു. ഇതിനെ ധർമ്മചക്രമെന്നും, അശോക ചക്രത്തെ ധർമ്മചക്രമെന്നും അറിയപ്പെടുന്നു. പ്രധാനമായും ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ ഫ്രം ആന്ധ്രാപ്രദേശ്. ഇന്ന് കാണുന്ന രീതിയിലേക്ക് രൂപകൽപ്പന ചെയ്തത് സുരയ്യ TFG എന്ന് പഠിക്കാം. ഇനി മാത്രമല്ല 1931 മുതൽ 47 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് വരെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നടുവിൽ ഉണ്ടായിരുന്നത് ചർക്കയായിരുന്നു എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ പറഞ്ഞു അനുപാതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ത്രിവർണ പതാകയുടെ, ദേശീയ പതാകയുടെ, ദീർഘചതുരാകൃതിയിലുള്ള പതാകയുടെ റേഷ്യോ എന്ന് പറയുന്നത് നീളം വീതി 3:2, 3:2 എന്ന് തന്നെ പഠിക്കണം. മാത്രമല്ല JB കൃപലാനി ആയിരുന്നു ദേശീയ പതാകയുടെ കമ്മിറ്റിയിൽ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദേശീയ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനി. അതേസമയം 47 ജൂൺ 23 വന്ന അഡ്ഹോക്ക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി നോക്കുമ്പോ ഇന്ത്യയിലെ വനിതകൾ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വനിതാ പ്രതിനിധികൾ ഒരു ഉപഹാരമായി ദേശീയ പതാകയാണ് സമർപ്പിച്ചത്. നേതൃത്വം കൊടുത്തത് ഹൻസ മെഹ്ത്ത. ഒരേ സമയം ഭരണഘടനാ നിർമ്മാണ സഭയിലും UDHRന്റെ നിർമ്മാണത്തിലും പങ്കാളിയായ വനിതയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് 47 ജൂലൈ 22 ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലാണ് അധ്യക്ഷൻ. 31 കറാച്ചി സമ്മേളനത്തിലാണിത് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് അംഗീകരിക്കുന്നത്. രണ്ട് പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. മഹാത്മാഗാന്ധിയോട് ആവശ്യപ്പെടുകയാണ് സ്വയം പര്യാപ്തതയുടെ ചിഹ്നമായ ചർക്ക ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ പതാക വേണമെന്ന് ആവശ്യപ്പെട്ടത് ലാലാ ഹൻസ് രാജ് ആണ്. എങ്കിൽ ഇന്ത്യക്ക് ഒരു ദേശീയ പതാക വേണമെന്ന ആവശ്യം പൊതുവായി ആദ്യമായി ഉന്നയിച്ചത് ഗിരീഷ് ചന്ദ്ര ബോസ് 883 ലാഹോറിലാണ്. ഇനി നമ്മുടെ മുമ്പില് ദേശീയ പതാകയുടെ മേക്കിംഗ് ആണ് കാണുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക നെയ്തെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലപ്പെട്ട ഏക അംഗീകൃത സ്ഥാപനം, ഇന്ത്യയിൽ നിയമപരമായി രാജ്യത്ത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ദേശീയ പതാക നിർമ്മിക്കാൻ അംഗീകാരമുള്ള സ്ഥാപനം കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഹൂബ്ലി, കർണാടക. അപ്പൊ ആ പോയിന്റിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ദേശീയ പതാകയായ ത്രിവർണ പതാക നിർമ്മിക്കാൻ ഔദ്യോഗികമായി നിയമപരമായ അംഗീകാരമുള്ള ഏക സ്ഥാപനം ഏതാണ്? കർണാടകയിലാണ്. കർണാടകയിലെ ഹൂബ്ലിയിലെ KKGSS ആണ്. കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. അത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. KKGSS എന്നത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘത്തെ സൂചിപ്പിക്കുന്നു. ഹുബ്ബള്ളിയിലെ ബംഗേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം
ഇന്ത്യയിൽ ദേശീയ പതാക നിർമ്മിക്കാനും വിതരണം ചെയ്യുവാനും നിയമപരമായ അനുമതിയുള്ള ഏക സംഘടനയാണ്, സ്ഥാപനമാണ്. ഇനി കൈകൊണ്ട് നൂറ്റതും നെയ്തതുമായ ശുദ്ധമായ ഖാദി ഉപയോഗിച്ചാണ് ഇവിടെ പതാകകൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഖാദി തുണിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കർണാടകയിലെ ഹൂബ്ലിയിലെ KKGSS-ലാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായി അനുമതി ഉള്ളത്. ഇനി നമുക്ക് നോക്കാം, ചെങ്കോട്ടയാണ് കാണുന്നത്, റെഡ് ഫോർട്ട് ആണ് കാണുന്നത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം എന്നിവ എടുക്കുമ്പോൾ 47 ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം എടുക്കുമ്പോൾ ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന്, ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ദേശീയ പതാക ഉയർത്താൻ അധികാരമുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ്. ആദ്യമായി ദേശീയ പതാക സ്വാതന്ത്ര്യത്തിന് ശേഷം ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു എന്ന പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ്, സംശയം വേണ്ട. ഇനി അടുത്ത എക്സാമിന് ചോദിച്ചിരുന്നു 2025 ഇപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ദേശീയ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് കടന്നുപോയെന്ന് ഒരു PSC എക്സാമിന് ചോദിച്ചു. 25 79ാമത് സ്വാതന്ത്ര്യ ദിനം എന്നാണ് എക്സാമിന് പ്രീവിയസ് ഫൈനൽ ആൻസർ കീ ആയിട്ട് കൊടുത്തത്. ഇനി റിപ്പബ്ലിക് ദിനം എടുത്താൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജാനുവരി 26 ഡൽഹിയിലെ കർത്തവ്യ പത്തിലാണ് പതാക ഉയർത്തുന്നത്. റിപ്പബ്ലിക് ഡേയുടെ അന്ന് പതാക ഉയർത്താൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്, പ്രസിഡന്റിനാണ്. തെറ്റിക്കുകയും ചെയ്യരുത്. 1950 ജാനുവരി 26 ഇന്ത്യ ഭരണഘടന നിലവിൽ വരികയും റിപ്പബ്ലിക് ആവുകയും ചെയ്തു. അപ്പൊ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് പതാക ഉയർത്താൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അത് പഴയ രാജ്പത്ത്, ഇപ്പോഴത്തെ കർത്തവ്യ പത്തിലാണ് റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്തുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, സ്വാതന്ത്ര്യ ദിനത്തിന് ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലാണ്. റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്തുന്നത് പഴയ രാജ്പത്ത്, ഇപ്പോഴത്തെ കർത്തവ്യ പത്ത്. റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്താൻ അധികാരമുള്ളത് രാഷ്ട്രപതി, പ്രസിഡന്റ്. ഓക്കെ, ഇപ്പൊ 2026 അവസാനമായി കഴിഞ്ഞത് 77ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷമാണ്. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളാണ് നടന്നത്. മുഖ്യാതിഥികളായി യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളായ ആന്റോണിയോ കോസ്റ്റ, ഉർസുല വോൺ എന്നിവർ പങ്കെടുത്തു. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആന്റോണിയോ കോസ്റ്റ, ഉർസുല വോൺ എന്നിവർ പങ്കെടുത്തു. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളായിരുന്നു. 2026 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പ്രമേയം വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ, 115 years ഓഫ് വന്ദേ മാതരം എന്നതാണ്. അപ്പൊ മനസ്സിലാക്കുക, സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ, റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്തുന്നത് രാഷ്ട്രപതി കർത്തവ്യ പത്തിൽ. ക്ലിയർ ആണ്, വ്യക്തമാണ്. മുന്നോട്ട് പോകുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി ആദ്യമായി ഒരു ദേശീയ പതാക നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സിസ്റ്റർ നിവേദിതയാണ്. 1904 നമ്മുടെ ഭാരതത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ആദ്യമായി ഒരു ദേശീയ പതാക തയ്യാറാക്കിയത് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിത 1904 1904 സിസ്റ്റർ നിവേദിത നിർമ്മിച്ച പതാകയുടെ നിറം ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളാണ്. നോക്കിയേ, റെഡ്, യെല്ലോ, ചുവപ്പ്, മഞ്ഞ നിറങ്ങളിലാണ്. സിസ്റ്റർ നിവേദിത നിർമ്മിച്ച പതാകയുടെ ആകൃതി സമചതുര ആകൃതിയാണ്. ഒരു സമചതുരാകൃതിയിലാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യം തയ്യാറാക്കപ്പെട്ട ദേശീയ പതാക സിസ്റ്റർ നിവേദിത 1904 സമചതുര ആകൃതി, റെഡ്, യെല്ലോ, ചുവപ്പ്, മഞ്ഞ നിറങ്ങളിലാണ്. ഇനി സിസ്റ്റർ നിവേദിതയുടെ പതാകയിൽ ഇന്ദ്രന്റെ വജ്രായുധവും വന്ദേ മാതരം എന്ന് ബംഗാളി ഭാഷയിൽ ആലേഖനം ചെയ്തിരുന്നു. നോക്കിയേ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ. അപ്പോ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് 1904 സിസ്റ്റർ നിവേദിത തയ്യാറാക്കിയ പതാക സമചതുര ആകൃതിയിലാണ്, ചുവപ്പ്, മഞ്ഞ നിറങ്ങളിലാണ്. ബംഗാളി ഭാഷയിൽ വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇന്ദ്രന്റെ വജ്രായുധവും അതിൽ കാണാൻ കഴിയും. സോ സിസ്റ്റർ നിവേദിത ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ദേശീയ പതാക തയ്യാറാക്കുന്നു 1904.
സമചതുരാകൃതി, ചുവപ്പ്, യെല്ലോ നിറങ്ങളിൽ വന്ദേ മാതരം എന്ന ബംഗാളി ഭാഷയിൽ ഇന്ദ്രന്റെ വജ്രായുധവും നമുക്കതിൽ കാണാം. ഇനി മാഡം ബിഗാജി ഗാമയുടെ പതാകയെ സംബന്ധിച്ചാണ് പറയുന്നത്. മാഡം ബിഗാജി ഗാമയുടെ പതാക ചിത്രത്തിൽ കാണാം. ഇന്ത്യൻ ജനതയുടെ പതാക എന്ന പേരിൽ ഇന്ത്യക്ക് പുറത്തൊരു പതാക ആദ്യമായി പ്രദർശിപ്പിച്ചത് മാഡം ബിഗാജി ഗാമ. അപ്പോ ഇന്ത്യൻ ജനതയുടെ പതാക എന്ന പേരിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു ദേശീയ പതാക അവതരിപ്പിച്ചത് മാഡം ബിഗാജി ഗാമ. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ദേശീയ പതാക തയ്യാറാക്കിയത് സിസ്റ്റർ നിവേദിത. 1904 സമചതുരാകൃതിയിലുള്ള പതാക, ചുവപ്പ് മഞ്ഞ നിറങ്ങളിൽ, വന്ദേ മാതരം എന്ന ബംഗാളി ഭാഷയിൽ ഇന്ദ്രന്റെ വജ്രായുധവും ഉൾപ്പെട്ടിരുന്നു, നമ്മൾ കണ്ടു. ഇനി അടുത്തായിട്ട് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യയുടെ ദേശീയ പതാക എന്ന പേരിൽ ഒരു പതാകയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അവതരിപ്പിച്ചത് മാഡം ബിഗാജി ഗാമയാണ്. മാഡം ബിഗാജി ഗാമ ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം എടുത്തു പറയട്ടെ. മാഡം ബിഗാജി ഗാമ ത്രിവർണ പതാക ഉയർത്തിയത് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡ് ആണ് കേട്ടോ. സ്റ്റഡ്ഗഡിലാണ്, ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിലാണ് മാഡം ബിഗാജി ഗാമ. പ്രീവിയസ് ചോദ്യമാണ്. മാഡം ബിഗാജി ഗാമ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിലാണ്. 1907 ഓഗസ്റ്റ് 22 നടന്ന 2ാം ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് ത്രിവർണ പതാക മാഡം ബിഗാജി ഗാമ ഉയർത്തിയത്. അപ്പോ 2 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ പതാക എന്ന രീതിയിൽ ഒരു പതാക ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് മാഡം ബിഗാജി ഗാമ. അവർ ത്രിവർണ പതാക പുറത്തുയർത്തുന്നത് ആദ്യമായിട്ട് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ 2ാം ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ത്രിവർണ പതാക 1907 1907 ഓഗസ്റ്റ് 22 സ്വാതന്ത്ര്യത്തിനും 40 വർഷങ്ങൾക്ക് മുമ്പ് 1907 ഓഗസ്റ്റ് 22 ത്രിവർണ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗഡില് മാഡം ബിഗാജി ഗാമ ഉയർത്തുന്നു. ചരിത്ര മുഹൂർത്തമാണ്. ഇനി പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള ത്രിവർണ പതാക യഥാക്രമം ഇസ്ലാം, ഹിന്ദു, ബുദ്ധ മതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ 8 പ്രവിശ്യകളെ പ്രതിനിധാനം ചെയ്യുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന സൂര്യനും ചന്ദ്രക്കലയും ഉൾപ്പെട്ടതായിരുന്നു മാഡം ബിഗാജി ഗാമ ഉയർത്തിയ പതാക. അപ്പൊ നോക്കാം നമുക്ക്. മാഡം ബിഗാജി ഗാമയുടെ പതാക നോക്കിയ ത്രിവർണ പതാക പച്ച, മഞ്ഞ, ചുവപ്പ്. ഇനി 8 ബ്രിട്ടീഷ് പ്രവിശ്യകളെ സൂചിപ്പിക്കാൻ 8 താമരകൾ, ഹിന്ദു മുസ്ലിം ഐക്യം പ്രകീർത്തിക്കാൻ വേണ്ടി സൂര്യനുമുണ്ട്, ചന്ദ്രക്കലയുമുണ്ട്. ഇനി മാത്രമല്ല പതാകയുടെ മധ്യഭാഗത്ത് ദേവനാഗിരി ലിപിയിൽ വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്തിരുന്നു. നോക്കിക്കേ, മാഡം ബിഗാജി ഗാമയുടെ പതാകയില് വന്ദേ മാതരം എന്ന് ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. കാമ ഉയർത്തിയ പതാക രഹസ്യമായി ഇന്ത്യയിൽ എത്തിച്ച വിപ്ലവകാരി ഇന്ദുലാൽ യാഗ്നിക് സിംഹ. ഇന്ദുലാൽ യാഗ്നിക് ആണ്. മാഡം ബിഗാജി ഗാമ 1907 ഓഗസ്റ്റ് 22 ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ ഉയർത്തിയ ത്രിവർണ പതാക. നമ്മൾ പറഞ്ഞു മഞ്ഞ, ചുവപ്പ്, പച്ച നിറങ്ങൾ, 8 പ്രവിശ്യകളെ സൂചിപ്പിക്കാൻ 8 താമരകൾ, ഹിന്ദു മുസ്ലിം ഐക്യം റെപ്രസെന്റ് ചെയ്യാൻ സൂര്യൻ, ചന്ദ്രക്കല, കൂടാതെ വന്ദേ മാതരം എന്ന് ദേവനാഗിരി ലിപിയിൽ ആലേഖനം ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു മാഡം ബിഗാജി ഗാമ അവതരിപ്പിച്ച ഈ ഒരു പതാക രഹസ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് വിപ്ലവകാരി ഇന്ദുലാൽ യാഗ്നിക്. ഉയർത്തിയ പതാക സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം പൂനെയിലെ മറാത്ത ആൻഡ് കേസരി ലൈബ്രറി. മറാത്ത ആൻഡ് കേസരി ലൈബ്രറിയിൽ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ടൊരു ദേശീയ പതാക തയ്യാറാക്കിയത് സിസ്റ്റർ നിവേദിത 1907 1904 1904 സിസ്റ്റർ നിവേദിത സമചതുര ആകൃതിയിൽ പണിയുകയാണ്. ചുവപ്പ് നിറം, യെല്ലോ എന്നീ നിറങ്ങളിൽ വന്ദേ മാതരം എന്ന ബംഗാളി ഭാഷയിൽ, അതുപോലെ ഇന്ദ്രന്റെ വജ്രായുധം. അതേസമയം മാഡം ബിഗാജി ഗാമ ആവുമ്പോഴുള്ള പ്രത്യേകത ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാരുടെ പതാക എന്ന രീതിയിൽ ഒരു പതാക ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് 1907 ഓഗസ്റ്റ് 22 ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ്. പ്രധാനമായിട്ടും 3 നിറങ്ങളിൽ ത്രിവർണ പതാക തന്നെയാണ്. പക്ഷേ 8 പ്രവിശ്യകളെ പ്രദാനം ചെയ്യാൻ താമര, ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട്
സൂര്യനും ചന്ദ്രക്കലയും ഉൾപ്പെട്ട പതാകയായിരുന്നു. പതാകയുടെ മധ്യഭാഗത്ത് ദേവനാഗരി ലിപിയിൽ വന്ദേ മാതരം എന്ന ആലേഖനം ചെയ്തിരുന്നു. ഇനി പതാക രഹസ്യമായി ഇന്ത്യയിലേക്ക് എത്തിച്ചത് ഇന്ദുലാൽ യാഗ്നിക്കാണ്. ഇനി അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം മറാത്ത കേസരി ലൈബ്രറി. ഓക്കെ, ഇനി ഒരു പതാക കൂടി നമുക്ക് കാണാം. മുകളിൽ ഇടതുവശത്തായി യൂണിയൻ ജാക്ക്, ബ്രിട്ടീഷുകാരുടെ യൂണിയൻ ജാക്ക്. താഴെ 917 ചന്ദ്രക്കലയും 7 നക്ഷത്രങ്ങളും ഉൾപ്പെട്ട പതാക നിർമ്മിച്ചത് ബാലഗംഗാധര തിലക്. 7 നക്ഷത്രങ്ങൾ ചന്ദ്രക്കല ഉൾപ്പെടുന്ന ബാലഗംഗാധര തിലക് നിർമ്മിച്ച പതാകയാണിത്. ബാലഗംഗാധര തിലകിന്റെ പതാക. ഇടതുവശത്തായി യൂണിയൻ ജാക്ക് എന്ന പതാക, ബ്രിട്ടീഷ് പതാകയും 7 നക്ഷത്രങ്ങൾ ചന്ദ്രക്കല എന്നിവയടങ്ങുന്ന ബാലഗംഗാധര തിലകിന്റെ പതാക. ഇനി ഇന്ത്യ കടലിനടിയിൽ ഏറ്റവും വലിയ പതാക വിരിച്ചുകൊണ്ട് പുതിയ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന 2026 ജൂൺ മാസത്തിൽ നടന്ന CPO പരീക്ഷ, WCPO പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇന്ത്യ ഗിന്നസ് റെക്കോർഡ് നേടിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പതാക കടലിനടിയിൽ, സമുദ്രത്തിനടിയിൽ, ജലത്തിനടിയിലാണ്. ഇന്ത്യ കടലിനടിയിൽ ഏറ്റവും വലിയ പതാക വിരിച്ചുകൊണ്ട് പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. 60x40 മീറ്റർ ആണ്. 2400 ചതുരശ്ര മീറ്റർ. നമുക്കറിയാം 3:2 എന്ന അനുപാതമാണ്. 60-40 മീറ്റർ അഥവാ 2400 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഇന്ത്യൻ ദേശീയ പതാകയാണ് കടലിനടിയിൽ വിരിച്ചത്. വേറെ എവിടെയുമല്ല, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഇത് ലോക റെക്കോർഡാണ്, ഗിന്നസ് റെക്കോർഡാണ്. കടലിനടിയിലെ ഏറ്റവും വലിയ പതാക ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു. അത് ആൻഡമാൻ നിക്കോബാർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ ദ്വീപിലാണ്. സമുദ്ര സാഹസിക വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 200-ലധികം ഡൈവർമാർ ചേർന്നാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഈ പരിപാടി നടന്നത് രാധാനഗർ ബീച്ചിലാണ്. ഇത് സ്വരാജ് ദ്വീപ്. അപ്പോൾ സ്വരാജ് ദ്വീപ്, രാധാനഗർ ബീച്ച്, ആൻഡമാൻ നിക്കോബാർ. 2026 മെയ് 2 നടന്ന സംഭവം. ജൂണിൽ നടന്ന പരീക്ഷയിൽ ചോദിച്ചു. കടലിനടിയിലെ ഏറ്റവും വലിയ പതാക സ്ഥാപിച്ചത് ആൻഡമാൻ നിക്കോബാറിലാണ്. സ്വരാജ് ദ്വീപ്, രാധാനഗർ ബീച്ച്. എങ്ങനെയാണ് അതിന്റെ അളവ്? 60 മീറ്റർ 40 മീറ്റർ എന്ന അളവാണ്. 2400 ചതുരശ്ര മീറ്റർ ആണ് അതിന്റെ വലിപ്പം വരുന്നത്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക, ഇതും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക 225 അടി നീളവും 150 അടി വീതിയും ഉള്ളതാണ്. ഏകദേശം 1400 കിലോഗ്രാം ഭാരമുള്ള ഈ പതാക നിർമ്മിക്കാൻ 4500 മീറ്റർ ഖാദി തുണിയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഖാദി പതാക. ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി ദേശീയ പതാക 225 അടി നീളം, 150 അടി വീതി. 225 അടി നീളവും 225 അടി നീളവും 150 അടി വീതിയുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഖാദി പതാകയാണ് നമ്മൾ ഗുജറാത്തില്. ഇതിലെ അശോക ചക്രത്തിന് 30 അടി വ്യാസമാണുള്ളത്. 70ഓളം ഖാദി കരകൗശല വിദഗ്ധർ 49 ദിവസത്തെ കഠിനാധ്വാനത്തിലൂടെ ഈ പതാക പൂർത്തീകരിച്ചു. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ തയ്യാറാക്കിയ പതാക വിവിധ അവസരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമായി പലയിടങ്ങളിൽ പ്രദർശിപ്പിച്ചു. ഏറ്റവും ഒടുവിലായി 77ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ കച്ചിലാണ് ദോർദോയിൽ ഈ പതാക പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പോ ഏറ്റവും വലിയ ഖാദി പതാക നമ്മുടെ ഗുജറാത്തിൽ പ്രദർശിപ്പിച്ച കാര്യം കൂടി നോക്കി വെക്കുക. ഇന്ത്യയിലെ ദേശീയ പതാകയെ സംബന്ധിച്ച് നാഷണൽ ഫ്ലാഗ് കോഡാണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ ദേശീയ പതാകയായ ത്രിവർണ പതാകയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ നമുക്കൊരു മാർഗനിർദ്ദേശം രാജ്യത്ത് നൽകുന്നുണ്ട്. സോ ഫ്ലാഗ് കോഡ് 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, 1971 ദേശീയ ബഹുമതികളോടുള്ള ആദരവ് സംബന്ധിച്ച നിയമം എന്നിവ അനുസരിച്ചായിരിക്കണം ദേശീയ പതാക ഉയർത്തുന്നതും ഉപയോഗിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും. നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക 2002 നാഷണൽ ഫ്ലാഗ് കോഡ്, 1971 ദേശീയ ബഹുമതികളോടുള്ള ആദരവ് സംബന്ധിച്ച നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്, എന്നിവ പാലിച്ചുകൊണ്ടാവണം ഇന്ത്യയിൽ ദേശീയ പതാക ഉയർത്തുന്നതും ഉപയോഗിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും. നമുക്ക് നോക്കാം.
2002 ജാനുവരി 26 ഇന്ത്യൻ പതാക കോഡ് പരിഷ്കരിക്കുകയും സ്വാതന്ത്ര്യം ലഭിച്ച് നിരവധി വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ വീടുകൾ, ഓഫീസുകൾ, ഫാക്ടറികൾ എന്നിവയ്ക്ക് മുകളിൽ ദേശീയ ദിനങ്ങളിൽ മാത്രമല്ല ഏത് ദിവസവും ഇന്ത്യൻ പതാക ഉയർത്താൻ അനുവദിച്ചു. അപ്പൊ 2002 ഫ്ലാഗ് കോഡ് ജാനുവരി 26 പരിഷ്കരിച്ചതോടുകൂടി ഇന്ത്യക്കാരായ എല്ലാവർക്കും അവരുടെ വീടുകൾ, ഓഫീസുകൾ, ഫാക്ടറികളുടെ മുകളിൽ ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസവും ഉയർത്താനുള്ള അനുവാദം ലഭിച്ചു. ഇനി ത്രിവർണ പതാകയോടുള്ള അനാദരവ് ഒഴിവാക്കാൻ, തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്, ഒരു അടയാളമാണ് ദേശീയ പതാക. സോ അതിനോട് അനാദരവ് ഉണ്ടാവാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനാദരവ് ഒഴിവാക്കാൻ പതാക നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്കാർക്ക് എവിടെയും ഏത് സമയത്തും അഭിമാനത്തോടെ ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ കഴിയും. അതായത് ഈ പറയപ്പെട്ട നിയമങ്ങളെ കൃത്യമായി അനുസരിക്കുകയും ആ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും ഏത് സമയത്തും ഏത് ദിവസം വേണമെങ്കിലും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താൻ നിലവിൽ അനുവാദമുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പൊ 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യയെ 3 ഭാഗങ്ങളായി തിരിക്കുന്നു. ഓരോന്നായി പരിശോധിച്ചാൽ കോഡിന്റെ 1-ാം ഭാഗം പറയുന്നത് ദേശീയ പതാകയുടെ പൊതുവായ വിവരണമാണ് ഉൾക്കൊള്ളുന്നത്. എന്തൊക്കെയാണ് അതിന്റെ പൊതുവായിട്ടുള്ള വിവരണങ്ങൾ? ഒരു ഡെഫിനിഷൻ പോലെ ദേശീയ പതാകയുടെ വിവരണമാണ് ഫ്ലാഗ് കോഡ് 2002 ഭാഗം 1-ലുള്ളത്. ഇനി ഫ്ലാഗ് കോഡിന്റെ 2-ാം ഭാഗം പൊതു സ്വകാര്യ സംഘടനകൾ. 2-ാം ഭാഗത്തിൽ ദേശീയ പതാകയുടെ ഫ്ലാഗ് കോഡ് 2002 ഭാഗം 2-ൽ പൊതു സ്വകാര്യ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായവയിൽ അംഗങ്ങൾ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിന്റെ നീക്കിവെച്ചിരിക്കുന്നു. അപ്പോൾ പൊതു ഇടങ്ങളാവട്ടെ, സ്വകാര്യ ഇടങ്ങളാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദേശീയ പതാകയെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഭാഗം 2-ൽ പറയുന്നത്. ഇനി കോഡിന്റെ 3-ാം ഭാഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അവരുടെ സംഘടനകളും ഏജൻസികളും ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2002 ഫ്ലാഗ് കോഡ് അനുസരിച്ചാണ് രാജ്യത്ത് ദേശീയ പതാകയെ കൈകാര്യം ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളുക. ഭാഗം 1 പതാകയുടെ വിവരണമാണ്. ഭാഗം 2-ൽ പൊതു സ്വകാര്യ വിദ്യാഭ്യാസ ഇടങ്ങളിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഭാഗം 3-ൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അവരുടെ മറ്റ് സംഘടനകളും ഏജൻസികളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പറയുന്നു. ഇനി ശ്രദ്ധിച്ചോളുക. 2002 ജാനുവരി 26 നിയമനിർമ്മാണത്തെ അടിസ്ഥാനമാക്കി പതാക എങ്ങനെ പറത്തണം എന്നതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അപ്പൊ 2002 ഫ്ലാഗ് കോഡ് പ്രകാരം ഈ ദേശീയ പതാക എങ്ങനെ പറത്തണം എന്നത് സംബന്ധിച്ച് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും അതിൽ പറയുന്നുണ്ട്. ഇവയിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറയുന്നത്? അനുമതി ഉള്ള കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകൾ, കോളേജുകൾ, സ്പോർട്സ് ക്യാമ്പുകൾ, സ്കൗട്ട് ക്യാമ്പുകൾ മുതലായവ. ഞാനും നിങ്ങളൊക്കെ കടന്നു വന്ന സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടമാവട്ടെ, സ്കൗട്ട് അതുപോലെ മറ്റ് സ്പോർട്സ് ക്യാമ്പുകളാവട്ടെ, പതാകയോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നതിന് ദേശീയ പതാക ഉയർത്താം. നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, സ്പോർട്സ് ക്യാമ്പുകളിൽ, മറ്റ് സ്കൗട്ട് ക്യാമ്പുകളിൽ ഉൾപ്പെടെ പതാകയോടുള്ള ബഹുമാനവും റെസ്പെക്റ്റും വളർത്തുന്നതിന് വേണ്ടി, കൂട്ടുന്നതിന് വേണ്ടി ദേശീയ പതാക ഉയർത്താവുന്നതാണ്. സ്കൂളുകളിൽ പതാക ഉയർത്തുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രതിജ്ഞ കൂടി സ്കൂളുകളിൽ പതാക ഉയർത്തുമ്പോൾ ഉൾപ്പെടുത്താറുണ്ട്. മാത്രമല്ല പുതിയ കോഡിന്റെ സെക്ഷൻ 2 എല്ലാ സ്വകാര്യ പൗരന്മാർക്കും അവരുടെ പരിസരത്ത് പതാക ഉയർത്താനുള്ള അവകാശം അംഗീകരിക്കുന്നു. ഈ സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ പരിസരത്ത് ഉയർത്താനുള്ള അനുവാദമുണ്ട്. കഴിയുന്നിടത്തോളം കാലാവസ്ഥ പരിഗണിക്കാതെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പറക്കണം. സാധാരണഗതിയിൽ കാലാവസ്ഥ പരിഗണിക്കാതെ തന്നെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അത് പറപ്പിക്കാവുന്നതാണ്. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങളാണ് പറയുന്നത്. സാമുദായിക നേട്ടങ്ങൾക്കോ വസ്ത്രധാരണത്തിനോ വസ്ത്രങ്ങൾക്കോ പതാക ഉപയോഗിക്കാനാവില്ല. നമുക്കറിയാം ദേശീയ പതാകയാണ്. അതിനെ മറ്റു നേട്ടങ്ങൾക്ക് വേണ്ടി, സാമുദായിക നേട്ടങ്ങൾക്കോ വസ്ത്രമായിട്ടോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല.
വാഹനങ്ങൾ, ട്രെയിനുകൾ, ബോട്ടുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ എന്നിവയുടെ ഹുഡ് മുകൾ ഭാഗം, ഹുഡല്ല ഫൂട്ടാണ്, താഴ്ഭാഗമോ മുകൾ ഭാഗമോ വശങ്ങളിലോ പിൻഭാഗത്തോ ഇത് പൊതിയാൻ കഴിയില്ല. അപ്പൊ അതിനോട് മാക്സിമം റെസ്പെക്ട് കീപ്പ് ചെയ്യണം. വാഹനങ്ങൾ, വിമാനങ്ങൾ, ട്രെയിനുകൾ, മറ്റ് വെഹിക്കിളുകളാവട്ടെ ബൂട്ടിലോ പിൻഭാഗത്തോ വശങ്ങളിലായോ പൊതിയാൻ പാടില്ല. കൂടാതെ പുഷ്പങ്ങളോ മാലകളോ ചിഹ്നങ്ങളോ ഉൾപ്പെടെയുള്ള ഒരു വസ്തുവും പതാകയിലോ മുകളിലോ സ്ഥാപിക്കാൻ പാടില്ല. ത്രിവർണ പതാക ഒരു ഫെസ്റ്റൂൺ, റോസ്റ്റ് അല്ലെങ്കിൽ ബണ്ടിങ് ആയി ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ സൂക്ഷ്മത പുലർത്തേണ്ടിയിരിക്കുന്നു. ഫ്ലാഗ് കോഡ് 2002 പ്രകാരം ചെയ്യരുതാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇനി 2002 ജാനുവരി 26 ഫ്ലാഗ് കോഡ് 2021 ഡിസംബർ 30 2022 ജൂലൈ 19 ഭേദഗതി വരുത്തിയിരുന്നു. അപ്പൊ 2002 ഇന്ത്യൻ ഫ്ലാഗ് കോഡ് 2021 ഡിസംബർ 30 2022 ജൂലൈ 19 ഭേദഗതി വരുത്തി. 2002 നിയമം 21 22 ഭേദഗതി ചെയ്തു. പുതിയ ഭേദഗതി അനുസരിച്ച് പൊതുസ്ഥലത്തോ വീട്ടിലോ ഉയർത്തുന്ന പതാക രാത്രിയും പകലും പറപ്പിക്കാം, പ്രശ്നമില്ല. 2002 ഫ്ലാഗ് കോഡ് 2021 22 ഭേദഗതി ചെയ്തു. അതനുസരിച്ച് സ്വകാര്യ ഇടത്തോ പൊതു ഇടത്തോ ഉയർത്തുന്ന പതാക രാത്രിയും പകലും പറപ്പിക്കാം, പ്രശ്നമില്ല. ഓക്കെ ആണ്. ഇനി കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, ഖാദി, സിൽക്ക് എന്നീ തുണികളിൽ കൈത്തറി, നെയ്തത്, മെഷീൻ എന്നിവ ഉപയോഗിച്ച് ദേശീയ പതാക നിർമ്മിക്കാം. അപ്പൊ എങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചത് നിർമ്മിക്കാം എന്ന് ചോദിച്ചാൽ അത് കോട്ടൺ ആവട്ടെ, പോളിസ്റ്റർ ആവട്ടെ, കമ്പിളി, ഖാദി, സിൽക്ക് എന്നീ തുണികളിൽ കൈത്തറിയിലൂടെയോ നെയ്തതോ മെഷീൻ വഴിയോ ഒക്കെ നിർമ്മിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. മാത്രമല്ല ദേശീയ പതാകയുടെ അന്തസ്സിനും ബഹുമതിക്കും യോജിക്കുന്ന നിലയിൽ എല്ലാ ദിവസങ്ങളിലും ആഘോഷവേളകളിലും പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അംഗത്തിന് ദേശീയ പതാക ഉയർത്താം. അപ്പൊ ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ വിത്ത് ഓൾ റെസ്പെക്ട്, ആ ബഹുമാനവും അതിനോടുള്ള മര്യാദയും എല്ലാ രീതിയിലും കീപ്പ് ചെയ്തുകൊണ്ട് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ, പരിപാലിക്കാൻ. സോ ദീർഘചതുരാകൃതിയിലായിരിക്കണം ദേശീയ പതാക. നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക ദീർഘചതുരാകൃതി 3:2 എന്ന അനുപാതം കീപ്പ് ചെയ്യണം. ദീർഘചതുരാകൃതിയിലായിരിക്കണം ദേശീയ പതാക. പതാക ഏത് വലുപ്പത്തിലുമാകാം, എന്നാൽ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം, 3:2 ആയിരിക്കണം. ആ 3:2 റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏത് അളവുമാവാം, ദീർഘചതുര ആകൃതിയും ആയിരിക്കണം. ഇനി വേറിട്ട് നിൽക്കുന്ന നിലയിൽ ആദരവോടെ ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. നമുക്കറിയാം ഒരുപക്ഷെ ഒന്നിലധികം കൊടിമരങ്ങൾ ഉണ്ടാവാം. അവിടെ എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിൽക്കേണ്ടത് ഇന്ത്യയുടെ ദേശീയ പതാക ആയിരിക്കണം. മറ്റ് രാഷ്ട്രീയ, സാമുദായിക, സംഘടനാ പതാകകളെക്കാൾ മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് വേണ്ടത്. ഓക്കെ ആണ്. ഇനി കേടുവന്നതോ മുഷിഞ്ഞതോ ആയ പതാക പ്രദർശിപ്പിക്കാൻ പാടില്ല. വളരെ നീറ്റ് ആയിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള പതാക യൂസ് ചെയ്യണം. കേടുവന്നതോ മുഷിഞ്ഞതോ ആയ പതാക ഉപയോഗിക്കാൻ പാടില്ല. തലകീഴായി ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച എന്ന കൃത്യമായ ഓർഡർ കീപ്പ് ചെയ്യണം. തലകീഴായി പ്രദർശിപ്പിക്കാൻ പാടില്ല. മുഷിഞ്ഞതോ കേടുവന്നതോ ആയത് പാടില്ല. ഏറ്റവും ഉയരത്തിലായിരിക്കണം ദേശീയ പതാക ഉയർത്തേണ്ടത്. ഏതെങ്കിലും വ്യക്തിക്കോ വസ്തുവിനോ മുന്നിൽ പതാക താഴ്ത്തി പ്രദർശിപ്പിക്കരുത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ മുമ്പിൽ പതാക താഴ്ത്തി പ്രദർശിപ്പിക്കാനും പാടുള്ളതല്ല. ദേശീയ പതാകയേക്കാൾ ഉയരത്തിലോ അരികു ചേർന്നോ മറ്റു പതാകയോ കൊടിയോ സ്ഥാപിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ്. ഏറ്റവും ടോപ്പില് ഇന്ത്യയുടെ ദേശീയ പതാകയായിരിക്കണം പാറേണ്ടത്. ഇനി പതാക പറക്കുന്ന കൊടിമരത്തിലോ അതിനു മുകളിലോ പൂക്കളോ പുഷ്പചക്രങ്ങളോ ചിഹ്നങ്ങളോ അടക്കമുള്ള ഒരു വസ്തുവും സ്ഥാപിക്കരുത്. പതാക പറക്കുന്ന കൊടിമരത്തിലോ അതിനു മുകളിലോ പൂക്കളോ പുഷ്പചക്രങ്ങളോ ചിഹ്നങ്ങളോ അടക്കമുള്ള ഒരു വസ്തുവും സ്ഥാപിക്കാൻ പാടില്ല. ഇനി തോരണമോ വർണ്ണ റിബണോ കൊടികളായോ മറ്റ് അലങ്കാരത്തിനുള്ള വസ്തുക്കളായോ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല. എടാ, തോരണത്തിന് വേണ്ടിയോ വർണ്ണ റിബണായോ കൊടികൾ ആയോ മറ്റ് അലങ്കാരത്തിനുള്ള വസ്തുക്കളായോ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല. വളരെ സെൻസിറ്റീവാണ്. ദേശീയ പതാക തറയിലോ നിലത്തോ, ഫ്ലോറിലോ നിലത്തോ സ്പർശിക്കാനോ വെള്ളത്തിൽ ഇഴയ്ക്കാനോ പാടില്ല. അത്രയും ബഹുമാനം. തറയില്, നിലത്ത്, വെള്ളത്തിലോ വലിച്ചിഴയ്ക്കാൻ പാടില്ല. ദേശീയ പതാകയ്ക്ക് കേടുവരുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനോ കെട്ടാനോ പാടില്ല. കേടുവരുന്ന തരത്തിൽ അത് പ്രദർശിപ്പിക്കാനോ കെട്ടിവെക്കാനോ പാടില്ല.
ദേശീയ പതാക കെട്ടുന്ന കൊടിമരത്തിൽ മറ്റു പതാകകൾ കെട്ടാൻ പാടില്ല. നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നിടത്ത് നാഷണൽ ഫ്ലാഗ് മാത്രമായിരിക്കണം. ദേശീയ പതാകയിൽ ഒരു തരത്തിലുള്ള എഴുത്തുകളും പാടില്ല. നമ്മൾ പറഞ്ഞ ദീർഘചതുരാകൃതിയിലുള്ള മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച, നടുവിൽ 24 അരക്കാലുകളുള്ള അശോകചക്രം എക്സ്ട്രാ ആയിട്ടൊന്നും നമ്മളായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല. കെട്ടിടങ്ങളുടെ മുൻവശത്തോ ബാൽക്കണിയിലോ ജനൽപ്പടിയിലോ തിരച്ചീനമായി സ്ഥാപിച്ച ദണ്ടിലോ മറ്റോ ദേശീയ പതാക സ്ഥാപിക്കുമ്പോൾ കുങ്കുമ വർണ്ണഭാഗം മുകളിൽ വരുന്ന രീതിയിൽ കെട്ടണം. ഞാൻ പറഞ്ഞു ഓൾറെഡി, തല കീഴായി പോവാൻ പാടില്ല. പ്രോപ്പർ ഓർഡർ തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ദ സ്റ്റാൻഡേർഡ് സൈസസ് ഓഫ് ദ നാഷണൽ ഫ്ലാഗ് ഷാൽ ബി ആസ് ഫോളോസ്. സ്റ്റാൻഡേർഡ് സൈസുകൾ പല അവശ്യങ്ങൾക്ക് കൃത്യമായ അളവുകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഏറ്റവും മനസ്സിൽ വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നീളം വീതി തമ്മിലുള്ള അനുപാതം 3:2 ആണ്. 3:2 എന്ന അനുപാതമാണ്. 3:2 3:2 എന്ന അനുപാതത്തിലാണ് കാര്യങ്ങൾ പോവേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ 6300 4200 എന്നൊരളവാവാം. 3600 2400 2700 1800 1800 1200 1350 900 600 450 300 225 150 150 100. ഓക്കെ, നോക്കിക്കേ. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് 450 300 നോക്കിക്കേ. 3:2 അല്ലേ? 150 × 3 150 × 2 3:2 ആണ്. 450 300 എന്ന വലിപ്പമുള്ള പതാക ഫ്ലാഗുകൾ VVIP വിമാനങ്ങൾ പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ എടുത്തു ചോദിക്കും. VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ദേശീയ പതാകയുടെ അളവ് ചോദിച്ചാൽ 450 ഇവിടെ വരുമ്പോൾ ഇപ്പൊ ഏത് വരണം? 3:2 ആണെങ്കിൽ 300. 450 300 VVIP വിമാനങ്ങൾ 450 300 VVIP വിമാനങ്ങളാണ്. 450 300. ഇനി 225 150 75ന്റെ കണക്കാണല്ലേ? 3:2 225 150 എന്ന വലിപ്പമുള്ള പതാക മോട്ടോർ കാറുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു VVIP വിമാനങ്ങൾ 450 300 ആണ്. ഇനി 225 150 മോട്ടോർ കാറുകളാണ്. ഇനി 150 100 50ന്റെ കണക്കാണ്. 3:2 150 300 വലിപ്പമുള്ള പതാക ആണ്, മില്ലിമീറ്റർ ആണ്. പതാക ടേബിൾ ഫ്ലാഗുകൾക്ക് വേണ്ടിയുള്ളതാണ്. നോക്കിക്കേ, 150 100 3:2 ആണ്. 150 100 ഫ്ലാഗ് ടേബിൾ, നമ്മുടെ ഡെസ്കില് ടേബിൾ ഫ്ലാഗുകളാണ്. 3 കാര്യങ്ങൾ എക്സാമിന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. VVIP വിമാനങ്ങളിലാവട്ടെ 450 300 ആണ് VVIP വിമാനങ്ങൾ. ഇനി 225 150 ആണ് മോട്ടോർ കാറുകൾ. 150 100 ആണ് 150 100 ആണ് ടേബിൾ ഫ്ലാഗുകൾ. വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ദേശീയ പതാക. ദേശീയ ചിഹ്നങ്ങളിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക് ദേശീയ പതാകയാണ്, നാഷണൽ ഫ്ലാഗ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. കൃത്യമായിട്ട് ഓരോ പോയിന്റും കീറി തന്നെ വായിച്ചു നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ധാരാളം പോയിന്റുകൾ ഇവിടുന്ന് കിട്ടും. എക്സാമിന് ഇവിടുന്ന് ചോദിക്കുന്ന മാക്സിമം ചോദ്യങ്ങൾ ഇവിടുന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ ഭാഗത്ത് നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. വീണ്ടും കാണാം. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്.